ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. വളരെ എളുപ്പത്തിലും വളരെ നല്ല ടേസ്റ്റിലും അതുപോലെ തന്നെ കൂടുതൽ എണ്ണ പിടിക്കാത്തതുമായിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 തക്കാളിയും ചെറുതായി അരിഞ്ഞത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു കഷ്ണം കാബേജും ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 2 കപ്പ് മൈദ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ചൂടോടുകൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ആ ഒരു പരിവാകുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം ഇതൊരു 2-3 ഉരുളകളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒരു 2 ഉരുളാണ് ആക്കിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി പരത്തിയെടുക്കാം. അപ്പോൾ കൂടുതൽ കട്ടി വേണമെന്നില്ല, എന്നാൽ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കരുത് കേട്ടോ. ഒരു അത്യാവശ്യം ഒരു ഇതിൽ നമ്മളിത് ഈ പത്തിരി പരത്തിയെടുക്കാം. ഒന്ന് വലുതായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. വലിയ ഉരുളായതുകൊണ്ട് വലിയ പത്തിരിയായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഇതാ ഏകദേശം ഞാനിവിടെ വലിയൊരു പത്തിരി തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ ഇഡലി പാത്രത്തിൻ്റെ ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പത്തിരി ഇന്ന് അമർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വലിപ്പം കിട്ടാനാണ്. അതുപോലെ തന്നെ പത്തിരി നല്ലൊരു വട്ടത്തിലായിരിക്കാനുമാണല്ലോ ഇതുപോലെ ചെയ്യുന്നത്. ബാക്കി നമ്മൾ അതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. ഈ പത്തിരി നമ്മൾക്ക് ഇഷ്ടമുള്ളത്ര നമുക്കൊരു 6, 7, 8 കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 6 കഷ്ണം അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. 6 കഷ്ണത്തിനാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നിലും കുറേശ്ശെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓരോന്നായി നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. വളരെ ഈസിയായി ചെയ്യാൻ പറ്റും ഇതുപോലെ.
ഇനി ഈ രണ്ട് ഭാഗവും ഒന്ന് മടക്കി കൊടുക്കാം. നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ എണ്ണയിൽ പോവും. അങ്ങനെ ഒരു പേടിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല രീതിയിൽ ഇത് പൊരിച്ചെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം കേട്ടോ. അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗം നല്ല രീതിയിലൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ.